ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ തമ്മിൽ നിങ്ങൾ ചെറിയ ഒരു പ്രശ്നം വിവാദമാക്കരുത്. ഞങ്ങൾ സൗഹൃദം എന്റെ അനിയൻ തന്നെയാണ്. ഞാൻ സംസാരിക്കുന്ന ആളാണ്. ഇല്ല, ഒരു തർക്കവുമില്ല. പ്രശാന്തിനെ ഈ 3 മാസം കണ്ടിന്യൂ ചെയ്യുന്നതിൽ എനിക്ക് വിരോധമില്ല. ഞാൻ അഭ്യർത്ഥിച്ചെന്നേ ഉള്ളൂ. പ്രശാന്തിന് 3 മാസമോ 4 മാസമോ ഇരിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ പക്ഷേ ഇവിടെ എന്റെ ആളുകളും ഞാനും പക്ഷേ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും. അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കണം. 7 വർഷം ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് മേഡം അവിടെ ഇരിക്കുന്നുണ്ടോ? എനിക്ക് വരാനില്ല. അത്രയും മാത്രം മതി. തീർന്നല്ലോ. ഹാപ്പി ആയില്ലേ എല്ലാരും? ഇനിയും പോവാം. ഞാനും എന്റെ ആൾക്കാരും വരാതിരിക്കാൻ എന്നെ കാണാൻ വരുന്നവരും ഒക്കെ ഇവിടെ ഇരിക്കേണ്ടവരാണ്. വരെ നമ്മളിവിടെ തന്നെ ഉണ്ടാവും. അതിലൊന്നും ഒരു തർക്കമില്ല. ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതാണ് രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തത്. സഹോദരന്റെ തുല്യനായിട്ടാണ് പറഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ആദ്യം സംസാരിക്കുന്നത്, പക്ഷെ വിഷയം ഇതായപ്പോഴാണ് പറ്റില്ല എന്നുള്ള നിലപാട് എടുത്തത്. അല്ലാതെ ഞാൻ നാളെ തന്നെ ഒഴിഞ്ഞേക്കാം എന്നാണ് പറയുന്നത്. നാളെ തന്നെ ഞാൻ മാഡത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എന്റെ ഓഫീസും എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് മാറിയേക്കാം എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒഴിയണം എന്നുള്ള ചർച്ച വന്നപ്പോ ഓഫീസ് നിലവിൽ പങ്കെടുത്തിരിക്കുന്ന നിയമപ്രകാരം മാർച്ച് മാസം വരെ കാലാവധിയുള്ള MLA എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വാടകക്കാരൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും പറ്റില്ലെന്ന് പറയണ്ടേ? അല്ലെങ്കിൽ ഞാൻ ഫോണിൽ കൂടി വിളിക്കുന്ന ആളിനോട് ആ ആവശ്യം അംഗീകരിച്ചു എന്ന് പറഞ്ഞ് നാളെ തന്നെ എല്ലാം എടുത്തുകൊണ്ട് പോകണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഭ്യർത്ഥനയായാലും യാചനയായാലും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക് മറുപടി നമ്മൾ വ്യക്തമാക്കുകയുണ്ടായിട്ടുണ്ട്.